കഴിഞ്ഞു. ഇനി നമ്മൾ അതിഥിയിലേക്ക് കടക്കുകയാണ്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും മുന്നോട്ട് പോകാൻ നമുക്ക് ഊർജ്ജമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ജീവിതത്തിൽ വലിയ ഊർജ്ജത്തോടെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഇന്നത്തെ അതിഥി, പാലക്കാട്ടുകാരി സുഹദ. സാഹസിക രക്ഷാപ്രവർത്തകനായിരുന്ന ഷമീർ മരിച്ചതോടെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ മരം കയറുകയാണ് സുഹദ. പ്രചോദനമാണ് ഒരുപാട് പേർക്ക് സുഹദയുടെ ജീവിതം. സ്വാഗതം സുഹദ ന്യൂസ് 3യിലേക്ക്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നമസ്കാരം. സുഹദ, ഞാൻ പറയുമായിരുന്നു ഒരുപാട് പേർക്ക് പ്രചോദനമാണെന്ന്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളെ ആരൊക്കെയോ മുന്നോട്ട് കൊണ്ടുപോകും അല്ലെ? സുഹദ 28ാമത്തെ വയസ്സിൽ മരം കയറുകയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി. 4 മക്കളുണ്ട്. ബാക്കി കഥയൊന്ന് പറയാമോ? അതെ, എനിക്ക് 4 മക്കളുള്ളത്. 2 മോള് 2 മോന്. അപ്പോ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോ ഞാൻ ഈ ഒരു മേഖലയിൽ എത്തിപ്പെടുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് നല്ല രീതിക്ക് ജീവിച്ചു വന്ന ഒരാൾ തന്നെയായിരുന്നു ഞാൻ. പിന്നെ ഇക്കാന്റെ മരണത്തോട് സംബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ എത്തിപ്പെട്ടത്. ഞാൻ ഒരുപാട് ബാധ്യതകളുണ്ട് ഇക്കാക്ക്. അത് കാരണം പിന്നെ മുന്നോട്ടുള്ള ജീവിതങ്ങൾ, മക്കളെ വിദ്യാഭ്യാസം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും സഹായിക്കാന്നുള്ള രീതിക്ക് മുന്നോട്ട് വന്നെങ്കിലും ഒരുപാട് ആൾക്കാർ അത് ഒരു ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയപ്പോൾ അത് കൈമലർത്തുക ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ മേഖലക്ക് ഇറങ്ങിക്കൂടാ എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഇതാകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫണ്ടും കാര്യങ്ങളൊന്നും ഇറക്കണ്ട, ഇക്കാൻ്റെ എല്ലാ ടൂൾസുകളും ഉണ്ട്. വേറെ എന്തെങ്കിലും വരുമാന മാർഗം നമ്മൾ നോക്കുകയാണെങ്കിലും അതിക്കൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് ഇറക്കാനുള്ള ഒരു മാർഗം ഞാൻ കണ്ടെത്തുക തന്നെ വേണം. ഇക്ക ഉള്ളുമ്പോൾ ഉള്ള ആൾക്കാരും ഇപ്പോൾ ഇക്ക മരണപ്പെട്ട ശേഷം കുറച്ച് ഇക്കാൻ്റെ നല്ല സുഹൃത്തുക്കൾ മാത്രമേ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളൂ. ഒരുപാട് മുതലെടുത്തിട്ടുണ്ട് ഇക്കാനെ. കാരണം ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഇക്ക എല്ലാവർക്കും, നാട്ടുകാർക്കായാലും എല്ലാവർക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഒരാളാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനമുള്ളൂ. കാരണം അഭിമാനത്തോടെ എൻ്റെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു ഇത്, ആരെ മുന്നിലും കൈ നീട്ടാണ്ട് തല ഉയർത്തി പിടിച്ചിട്ട് തന്നെ നിൽക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു. തീർച്ചയായിട്ടും സുഹദ, എനിക്ക് സുഹദ പറഞ്ഞെന്ന് മനസ്സിലായത് ഈ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരെന്ന് സുഹദയ്ക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലേ കൃത്യമായിട്ട്? സത്യം, അത് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന കുറെ ദിവസങ്ങൾ ഉണ്ടാകുമല്ലോ. നമ്മുടെ ഷമീറിന്റെ മരണത്തിന് ശേഷം എന്ത് ചെയ്യുമെന്നറിയാതെ, മുന്നോട്ട് പോകുന്നത് എങ്ങനെയെന്നറിയാതെ ആലോചിച്ചിരുന്ന കുറെ ദിവസങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഈ പറഞ്ഞ ഷമീറിന്റെ ടൂൾസ് ഒക്കെ എടുത്തു വെച്ചിട്ട് നാളെ മുതൽ ഞാൻ ഇറങ്ങുകയാണ് എന്ന് തീരുമാനിച്ച ആ രാത്രിയെ കുറിച്ചൊന്ന് പറയാമോ? ആരായിരുന്നു പിന്തുണ? അത് പിന്നെ 40 പിന്തുണ എന്ന് പറഞ്ഞാൽ അവരെ ഉറ്റ സുഹൃത്തുക്കള്, പിന്നെ ഇക്കാൻ്റെ കൂടെ ഇടവോ വലുമായിട്ട് നിന്നിരുന്ന, അവരെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ, പിന്നെ നമ്മളെ ഫാമിലി, എൻ്റെ ഫാമിലി ആയാലും ഇക്കാൻ്റെ ഫാമിലി ആയാലും കൂടെ നല്ല സപ്പോർട്ടായിരുന്നു. കാരണം 40 ദിവസം നമ്മൾ അറക്കകത്ത് ഇരുന്ന് ഒരു മരണപ്പെട്ട ശേഷം എന്ത് ചെയ്യും ഞാൻ എൻ്റെ 4 മക്കളെയും കൊണ്ട് എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ഘട്ടത്തിൽ നമ്മൾ പല ചിന്തകളും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്താ ചെയ്യും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ, എന്താ ഒരു മാർഗം എന്നുള്ള രീതിക്കൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഓരോരുത്തരടുത്ത് പോയി ഞാൻ എന്തെങ്കിലും ജോലി തരുമോ, ഒരുപാട് ആൾക്കാർ ജോലി തരാമെന്ന് പറഞ്ഞ് വാഗ്ദാനം വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ദിവസങ്ങളും കഴിഞ്ഞു പോയപ്പോൾ അവർ പറഞ്ഞു എന്താ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇങ്ങനെ ഈ കരിമ്പ മഹലിൽ നമുക്ക് ഫണ്ടൊക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാധ്യതകൾ ഒഴിവാക്കുക എന്നുള്ള എല്ലാവരും കൂടി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഒരു 10-38 ലക്ഷം റുപ്യ ഇക്കാക്ക് കടബാധ്യതകളുണ്ട്. ആ കടബാധ്യതകൾ ആകെ ഫണ്ടായി വന്നത് 2 ലക്ഷം റുപ്യാണ്. ആ 2 ലക്ഷം റുപ്യയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എവിടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. അപ്പൊ എല്ലാവരും കൈ മലർത്തിയ ആ ഒരു ഘട്ടത്തിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത്, എന്തുകൊണ്ട് ഇക്കാന്റെ ഇടവും വലോ നിന്ന ആ 3 പേര് ചേർത്ത് പിടിച്ച് നമുക്ക് മുന്നോട്ട് വന്നൂടാ എന്നുള്ള ആ ഒരു രീതിക്ക് നമ്മൾ ഇറങ്ങിയത്. പിന്നെ ഇക്കാന്റെ ജ്യേഷ്ഠൻ ഭയങ്കര സപ്പോർട്ടാണ്. ഫാമിലി ആയാലും ആരായാലും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി ആയാലും സപ്പോർട്ടാണ്. എല്ലാവർക്കും ഇതേ പറയാനുള്ളൂ, തളരരുത്, മുന്നോട്ട് പോകണം, തളർത്തിയവരെ മുന്നിൽ ജീവിച്ച് കാണിക്കണം, നീ നിന്റെ മക്കളെയും കൊണ്ട് കൈ പിടിച്ച് നല്ല വിധത്തിൽ തല ഉയർത്തി പിടിച്ചിട്ട് തന്നെ ജീവിക്കണം എന്നുള്ള രീതിക്കാണ്. ഇക്കാന്റെ ബാധ്യതകൾ എനിക്ക് തീർക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അത്
ചിന്തിക്കാൻ പറ്റണില്ല. പക്ഷെ എന്നാൽ പോലും എൻ്റെ മക്കളെ ഒരു നേരം പഷ്ടിക്കിടാണ്ട് നേരാവണ്ണത്തിൽ ആരെ മുന്നിലും തല കുനിക്കാണ്ട് കൂടി കൈ പിടിച്ച് നടക്കാന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഈ ഷമീറിന്റെ ബാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയണം, ഷമീറിന്റെ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ബാധ്യതകളല്ല അത്, അല്ലെ? ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു, ഒപ്പം സാഹസികത വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു ഷമീറിനെ കുറിച്ചൊന്ന് പറയാമോ? അതെ അതെ, ഷമീർക്ക് ആ കുടുംബത്തിനേക്കാളും സ്നേഹിച്ചത് അവരെ നാട്ടുകാർ, അവരെ ഫ്രണ്ട്സ്, ഇവരൊക്കെയാണ്. നാട്ടുകാർക്കും അവരെ പിന്നെ നമ്മുടെ കരിമ്പക്കാർക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ അവരെ കൊണ്ട് കഴിയാവുന്നതിലപ്പുറം വീട്ടുകാരനൊക്കെയും സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് എന്താ പറയുക, പൊതുവെ ആരും എനിക്കും എൻ്റെ മക്കൾക്കും ഇല്ല ഒരു സഹായത്തിന് എന്നുള്ള ആ ഒരു ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ ജോലിയിൽ ഏർപ്പെട്ടത്. ഇപ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാം, നിനക്ക് എന്താ പണിയെന്ന് വെച്ചാൽ ഞാനൊരു മരം വെട്ടുകാരിയാണെന്നുള്ളത് പറയണ എനിക്കൊരു അഭിമാനമാണ്. എൻ്റെ മക്കളെ നല്ല കോലത്തിൽ കൊണ്ടു നടക്കുക എന്നുള്ള രീതിക്ക് അഭിമാനത്തോടു കൂടി ഞാൻ പറയും. ഈ ഷമീർ സഹായിച്ചവര് അതിൽ ഇപ്പൊ സഹായിക്കാത്തവർ, നിങ്ങളെ കണ്ടാ നോക്കാത്തവരൊക്കെ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ഒരുപാടുണ്ട്. ഒരുപാട് വിഷമമായിരിക്കും അല്ലേ? പേരെടുത്ത് പറയാനൊന്നും പറ്റില്ല, കാരണം നമുക്ക് ഇവിടെ ജീവിച്ചു പോകണ്ടാണല്ലോ. മക്കള് എത്രയായി? മക്കള് 4 പേരുണ്ടെന്ന് പറഞ്ഞു, 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. അവരെത്ര വയസ്സൊക്കെ ആയവരാണ്? അവര് ചെറിയ മക്കളാണ്. 7ാം ക്ലാസ് പഠിക്കണ ഒരാള് പിന്നെ +1 ഡിഗ്രി ഫസ്റ്റ് ഇയർ, ഒരാള് പിന്നെ 3ാം ക്ലാസ്സിൽ. അങ്ങനെ. സുഹദ, നേരത്തെ ഇങ്ങനെ എപ്പോഴെങ്കിലും കാണാൻ പോയിട്ടുണ്ടോ ഷമീർ ഈ മരം കയറുന്നതോ അല്ലെങ്കിൽ ഈ ടൂൾസ് ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നോ ഒക്കെ എപ്പോഴെങ്കിലും വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിനൊപ്പം പോകേണ്ടി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ കയറുമ്പോൾ എനിക്ക് ഭയമായിരുന്നു, കാരണം എനിക്ക് ശ്രദ്ധിക്കണം എന്നുള്ള രീതിക്കാണ് ഞാൻ പറയല്. കാരണം രാവിലെ 6 മണിക്ക് പോയാൽ വൈകുന്നേരം 6 മണിയാവും എത്തുമ്പോൾ ഭയങ്കര വേജാറ് കൊടുക്കാനേ കാത്തിരിക്കുള്ളൂ. കാരണം ചിലപ്പോൾ ഉച്ചഭക്ഷണം ഞാൻ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും ഈ 3 ആൾക്ക്. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഇക്ക കയറുന്ന കണ്ടാൽ തന്നെ ചിലപ്പോൾ പേടിയാവും, ചെയ്യണോ ഈ പണി വേണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇക്ക അപ്പോഴും വലിയ ഇതൊന്നുമില്ല, ഇക്കാക്ക് ഏതും നല്ല സിമ്പിളായിട്ട് ഇക്ക അങ്ങനെ ചെയ്തുകൊണ്ട്. പിന്നെ ഇക്ക ചെയ്യണ ഓരോ പ്രവൃത്തികളും ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു, ഇങ്ങനെ ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുന്നതും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ. പിന്നെ ഈ ഫീൽഡിക്ക് ഞാൻ എത്തിപ്പെടും എന്നുള്ള ആ ഒരു ഇതൊന്നും അപ്പൊ ഒരു ചിന്തയില്ല മനസ്സിലല്ലേ? ഇങ്ങനെ എനിക്കിത് ജോലിയായിട്ട് ചെയ്യേണ്ടി വരുമെന്ന് കരുതിയിട്ടേ ഇല്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും കരുതിയിട്ടില്ല, മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ ഒരു ഇതിൽ ഞാൻ എത്തിപ്പെടുന്നോ, ഒന്നും വിചാരിച്ചിട്ടില്ല. ആദ്യത്തെ കൂലി വാങ്ങിയത് ഓർമ്മയുണ്ടോ? എന്നായിരുന്നു അത്? എവിടെയായിരുന്നു? ഏത് സ്ഥലത്തായിരുന്നു? പേടിച്ചാണോ മരത്തിൽ കയറിയത്? ഇല്ല, ആദ്യത്തെ കൂലി എന്ന് പറഞ്ഞാല് നമ്മുടെ ഇവിടെ വിറകിന് എൻ്റെ ഷബീറാക്ക പിന്നെ ഈ തെങ്ങ് മുറിച്ചിട്ടാണ് നമുക്ക് വിറക് ഉണ്ടാക്കുക വീട്ടിലേക്ക്. അപ്പൊ നമ്മളെ തൊട്ട് ഇവിടെ ഒരു വീട് വെക്കാൻ വേണ്ടിട്ട് ഇവിടെ നികത്തി, JCB വന്ന് നികത്തിയപ്പോ അതില് തെങ്ങുകൾ JCB കൊണ്ട് തള്ളിയിട്ടപ്പോ എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് വിറക് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളി, പൈസ ഒന്നും തരണ്ട, വന്ന് മുറിച്ചിട്ട് എടുത്തിട്ട് പോയിക്കോളിയും പറഞ്ഞു. അപ്പോൾ ഷബീറാക്കാൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, സുരേഷ് പറഞ്ഞിട്ട്. അപ്പോൾ സുരേഷിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ അങ്ങനെ തെങ്ങ് മുറിച്ചിട്ടിട്ടുണ്ട്, മൂപ്പര് എന്താ പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു, നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് തെങ്ങ് വിറകാവും ചെയ്തല്ലോ. അപ്പോൾ പിന്നെ മൂപ്പര് വിളിച്ചതും വന്നു, വാളും കൊണ്ട് വന്നു. അപ്പോൾ മൂപ്പര് ഫസ്റ്റിൽ മുറിക്കുകയാണ്. ഈ മുറിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആ വാളൊന്ന് തരുമോ? ഞാൻ ഒരിക്കലും പ്രതീക്ഷ നമ്മൾ ഇതിക്ക് എത്തിപ്പെടുന്നുള്ള അതിന് വേണ്ടിയിട്ടല്ലേ ചോദിച്ചത്. പക്ഷെ എന്നാൽ പോലും ഞാൻ ആ വാളൊന്ന് വാങ്ങി, അവൻ മുറിക്കണേൻ്റെ ഇടയ്ക്ക് ഞാൻ ആ വാള് വാങ്ങി ഒരു തെങ്ങ് ഫുള്ള് ഞാൻ കഷ്ണാക്കി വിറകിന് മുറിച്ച് ഇട്ട്. അപ്പൊ അവൻ ഇങ്ങനെ പറഞ്ഞു തന്നെ, ഇന്നമാരിയെ ചെയ്യുക, അല്ലെ ഇത് ഇന്നമാരി ചെയ്യണം, നല്ല റിസ്ക് ഉള്ള പണിയാണ് ഇത്, വാള് നല്ല മേത്ത് കെട്ടുപോലെയൊക്കെ നല്ല റിസ്ക് ഉള്ള പണിയാണ്. ശരി, ഒന്ന് കൊണ്ടാവണ്ട, അങ്ങനെ ചെയ്തു. പിന്നെ അവൻ്റെ അടുത്ത് അങ്ങനെ ഒക്കെ റെഡിയായി. പിന്നെ എന്നെ ഒരാൾ വിളിച്ചു, നമ്മളെ കരിമ്പെന്ന് തന്നെ വിളിച്ചു. അവര് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഡബ്ബർ വീണ് കിടക്കുന്നുണ്ട്, ആ വീണ് കിടന്ന മരം എനിക്കൊന്ന് വിറകിന് മുറിച്ച് തരുമോ വെച്ചു. അപ്പോൾ ഞാൻ ചെറിയൊരു ഭയം ഉണ്ടെങ്കിൽ പോലും ഷെമിക്കാൻ്റെയും മക്കളെയും മുഖം ആലോചിച്ചപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇതിന് ഇറങ്ങിക്കൂടാന്നുള്ള അതിൽ ഞാൻ വാളെടുത്ത് വീട്ടിൽ ഇക്കാൻ്റെ ഇരിക്കുന്നുണ്ട് മെഷീൻ വാള്, ആ വാള് കൊടുത്തിട്ട് ഞാൻ പള്ളിപ്പടി പോയി. പള്ളിപ്പടി സെമിത്തേരിൻ്റെ അവിടെ ആയിരുന്നു, സെമിത്തേരിൻ്റെ ബാക്കിൽ പോയി
4 മരം മുറിച്ചു കൊടുത്തു. അതിന്റെ കൂലി നമ്മൾ അധ്വാനിച്ചിട്ട് അതിന്റെ പൈസ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ അതിന്റെ ഒരു ഇത് വേറെ തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. പക്ഷെ ഇത് രണ്ടും തറയിലുണ്ടായിരുന്ന തടി മുറിച്ചിടുകയായിരുന്നു. മോള് കയറിയതിന്റെ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? മോള് കയറിയത് പറഞ്ഞാൽ ഭയം ഉണ്ടെങ്കിൽ പോലും മക്കളെ മുഖം ആലോചിക്കുമ്പോഴും ഷമീറക്കാന്റെ ആ ഒരു ഇത് ആലോചിക്കുമ്പോഴും പിന്നെ നമ്മളെ ബാധ്യത ആലോചിക്കുമ്പോഴും ആ ഭയം നമുക്ക് താനേ ഇല്ലാണ്ടാവും. കാരണം ആരും നമ്മളെ സഹായിക്കാനില്ല എന്നുള്ള ആ ഒരു ഇത് നമ്മളെ മുൻപിൽ ഉണ്ടാവുമ്പോ പിന്നെ മക്കളെ ആവശ്യങ്ങള് 4 മക്കളെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനുള്ള ആ ഒരു ഇതും പിന്നെ ഭയം ഇല്ല. റിസ്ക് പിടിച്ച പണിയാണ്, എന്നാ പോലും കേറി ഇറങ്ങും. അതെ, ഈ സുഹൃത നമ്മള് നാട്ടുമ്പുറത്തൊക്കെ ഈ പെൺകുട്ടികൾ ഇങ്ങനെ മരത്തിൽ കയറുമ്പോൾ പറയില്ല, മരം കയറി പെണ്ണെന്ന് പറയും അല്ലെ? അതൊരു അഹങ്കാരിയുടെ സിമ്പലായിട്ടൊക്കെയാ പറഞ്ഞോണ്ടിരുന്നത്. സുഹൃത എങ്ങനത്തെ ആളായിരുന്നു? അങ്ങനെ ഭയങ്കര നല്ല ധൈര്യമുള്ള ഒരു കുട്ടിയായിരുന്നോ നേരത്തെ? ധൈര്യം എന്ന് പറഞ്ഞാ കുഴപ്പമില്ലാത്ത രീതിക്ക് ഇങ്ങനെ മരം കയറുമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ഇതിനൊക്കെ ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് അങ്ങനെ വീട്ടില് ഹൗസ് വൈഫ് ആയിരുന്നല്ലോ, അങ്ങനത്തെ പണിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ മരം കയറിന്റെ ഇതിൽ കൂടെ തന്നെ ഞാനൊരു ഹെയർ ഓയിലിന്റെ ഒരു ഇത് ചെയ്യാന്നുള്ള ആ ഒരു ഇതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ അതും കൂടി ഒന്ന് ഇതാക്കാന്നുള്ളതുണ്ട്. ഹെയർ ഓയിലിനെ ഉണ്ടാക്കുകയാണോ, ഉണ്ടാക്കി വിൽക്കാനായിട്ടാണോ? അതെ ഹെയർ ഓയിൽ നമ്മള് വീട്ടിൽ തന്നെ ചെയ്തിട്ട് നമ്മള് പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. അപ്പൊ എന്തുകൊണ്ട് അത് നമുക്ക് ഇപ്പൊ ഈ ഷമീർഖാന്റെ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്തുകൂടാന്നുള്ളത്. അത് കാരണം നമുക്ക് ആരോടും കൈ നീട്ടാൻ വയ്യ, അതാണ് മെയിന്. നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം, ആരെ മുന്നിലും നല്ല ഉപരത്തില്. അത്രേ ഉള്ളൂ. വീട് സ്വന്തമായിട്ടാണോ സുഹൃത? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ പൈസ കിട്ടുന്നുണ്ടോ? വരുമാനം കിട്ടുന്നുണ്ടോ? ഇതിൽ നിന്ന് ഈ മരം വെട്ടിന്ന് കിട്ടുന്നുണ്ടോ വരുമാനം? മരം വെട്ടുക പറഞ്ഞാൽ നമുക്ക് ഡെയിലി പണി ഉണ്ടാവൂല. 4 ദിവസം പണി ഉണ്ടെങ്കിൽ പിന്നെ ഒരാഴ്ചക്ക് പണിയില്ല. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് വിളിക്കണുള്ളൂ. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇക്കാന്റെ കൂടെ ഉണ്ടായിരുന്നവര് അവര് ഇക്ക പോയിന്റെ ശേഷം അവർക്കും പണിയില്ല. അവര് രണ്ടാളും ആണ് ഇപ്പൊ കൂട്ടിച്ചേർത്ത് ഞങ്ങൾ 3 ആളും കൂടിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണത്. പപ്പേട്ടൻ അഥവാ ഞാന് ഷമീർക്ക വിളിച്ചിരുന്ന പപ്പേട്ടൻ നല്ല അച്ഛൻ എന്നാണ്. അതേപോലെ രമേശൻ, ഈ ഞങ്ങള് 3 പേരുമാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണത്. എവിടെ പണി ഉണ്ടെങ്കിലും ഞങ്ങള് പോവും. എല്ലാറ്റിനും റെഡിയാ. കുളം വറ്റിക്കുക, അതേപോലെ കുളം വൃത്തിയാക്കുക, കിണർ വൃത്തിയാക്കുക, എന്തിനു വിളിച്ചാലും ഞങ്ങൾ റെഡി. മേലോട്ടുള്ള കയറ്റം മാത്രമല്ല താഴേക്കും ഉണ്ടല്ലേ? കുളം വൃത്തിയാക്കല്, കിണർ വൃത്തിയാക്കലൊക്കെ ഉണ്ട്. വിളിച്ചാ അതിനും നമ്മള് റെഡിയാ. ഓ ശരി. ഈ പരിശീലനം എവിടെ നിന്നായിരുന്നു? നമ്മള് മരം കയറാനുള്ള പരിശീലനം ഒക്കെ വേണമല്ലോ നമുക്കിത്. അതിനുള്ള പരിശീലനം ഒക്കെ എവിടെ നിന്നായിരുന്നു കിട്ടിയത്? പരിശീലനം എന്ന് പറഞ്ഞാൽ ഇക്കാന്റെ എല്ലാ ടൂൾസും ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇക്കാന്റെ കാലിലിടുന്ന ഈ മരത്തില് കുത്തി കയറുന്ന ആ സംഭവങ്ങളൊക്കെ നമുക്ക് ലൂസാ. ഞാനത് ഇട്ടൊന്ന് കേറി നോക്കി, പക്ഷെ കുടം മറിഞ്ഞു പോയി കാലില്. അപ്പോ ഞാൻ എന്താ ഇക്കാന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മുസ്തഫ അഥവാ മുത്തു എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാള്, മറ്റേ തൃശ്ശൂരുള്ളതാ, ഇരിഞ്ഞാലക്കുട. അപ്പൊ മൂപ്പരെ വിളിച്ചപ്പോ മൂപ്പര് ആദ്യം ഒന്ന് അന്തം മുട്ടു. ഒരു സ്ത്രീ വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോ ഒരു അന്തം മുടല്. പിന്നെ ഞാന് ഇങ്ങനെ വരട്ടെ, എന്ന ദിവസം വരട്ടാറപ്പോ വന്നോളൂ പറഞ്ഞു. പിന്നെ മൂപ്പരെ അവിടെ കടയിൽ പോയി ട്രെയിനിങ് തന്നു. മൂപ്പര് നമുക്കുള്ള സാധനങ്ങൾ തന്നു. ഒരുപാട് സപ്പോർട്ട് മൂപ്പരായാലും വൈഫായാലും എല്ലാരും ഒരുപാട് സപ്പോർട്ട്. ഫാമിലിയൊക്കെ നല്ല, എല്ലാവർക്കും ഭയം ഇതാണ്, നല്ല ശ്രദ്ധിക്കണം എന്നുള്ള പറച്ചിലുള്ളൂ. കാരണം 4 മക്കൾക്ക് നീയുള്ളൂ എന്നുള്ള ആ ഒരു ഇത്. എങ്ങനെ മുന്നോട്ട് പോകാന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത്? മക്കള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി അവരുടെ ഉപരിപഠനത്തിനൊക്കെ ഒരുപാട് പൈസ വേണ്ടി വരും. ബന്ധുക്കള് നേരത്തെ പറഞ്ഞു ഷമീറിന്റെ ചേട്ടനൊക്കെ ഒപ്പം നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഒരു മൊത്തത്തിലൊരു സഹായം വേണ്ട അവസ്ഥ തന്നെയാണല്ലേ? അതെ. നമുക്കിപ്പോ നിത്യച്ചെലവിന് ഇപ്പൊ നമ്മളിങ്ങനെ മരം വെട്ടാൻ പോയാലും അത് കഴിഞ്ഞു പോകും. പക്ഷെ നമ്മളെ ഈ കടബാധ്യതകള് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. കാരണം അത് ഞാൻ എത്ര കാലം, ഇനിയിപ്പോ ജീവിതകാലം മുഴുവൻ ഞാനത് പണിക്ക് പോയാൽ പോലും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. കാരണം 38 ലക്ഷം ഉറുപ്പ്യ പറഞ്ഞാൽ എങ്ങും കൂടി എത്തൂല. നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത ബാധ്യത. ഇക്ക മരണപ്പെട്ടതിന്റെ ശേഷമാണ് ഇത്ര ബാധ്യതകൾ ഉണ്ട് എന്ന് പോലും ഞാൻ അറിഞ്ഞത്. ഈ 38 ലക്ഷം രൂപ എന്ന് പറഞ്ഞത് എന്താണ് ഷമീർ? എന്താണ് ഈ ഒരു പൈസ ഇത്രയും അത് അറിയിക്കുക പോലും ചെയ്യാതെ സുഹൃത്ത് അത് അറിഞ്ഞു പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഒന്നും നിങ്ങൾ ഒരുമിച്ചല്ലേ സംസാരിച്ചിരുന്നില്ലേ ആ സമയത്തൊന്നും? ഇത്രയും സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു? ഇല്ല, നമ്മള് ചെറിയ പ്രശ്നങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അതേമാതിരി പണി കഴിഞ്ഞ് വന്നിട്ടുള്ള അങ്ങനെ സംസാരങ്ങളും കാര്യങ്ങളും, അത് ചെയ്യണം എന്നുള്ള ആ ഒരു രീതിക്ക് സംസാരിക്കാന്നല്ലാതെ ഇങ്ങനെ
വേറെയുള്ള സെപ്പറേറ്റ് കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് ഈ പേഴ്സണലുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് പറയാറില്ല. സുഹൃതയ്ക്ക് അറിയാമോ ഇത് എന്തിനാണ് ഈ പൈസ അതൊന്നും ഉപയോഗിച്ചിരുന്നത്? ഇപ്പോഴെങ്കിലും അറിയാമോ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നതെന്നൊക്കെ അറിയാമോ? അത് ഞാൻ അന്വേഷിക്കുന്നുണ്ട് എന്താ ഏതാന്നുള്ളത്. പക്ഷെ ഇനി പിടുത്തം കിട്ടിയിട്ടില്ല എന്താ ഏത് മാർഗത്തിലാന്നുള്ളത്. ഇതെങ്ങനെയാണ്, ബാങ്കിൽ നിന്ന് എടുത്തതാണോ അതോ ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണോ? അല്ല ബാങ്കിൽ നിന്നുള്ള ലോണാണെന്ന് അറിയാൻ പറ്റിയത്. അപ്പൊ അത് അടച്ചു തീർക്കണം അല്ലേ? അത് അടച്ചു തീർക്കണം, അല്ലെങ്കിൽ നമുക്കും ബുദ്ധിമുട്ടാണ് അവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുപാട് സുമനസ്സുകൾ ഉണ്ടാകും സുഹദയെ ഞാൻ പറഞ്ഞു നേരത്തെ, സുഹദ ഒരു എല്ലാവർക്കും ഒരു പ്രചോദനമാണെന്ന് പറയണ പോലെ ഇപ്പൊ ഈ നമ്മുടെ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരിൽ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. അവരെന്തായാലും സുഹദയെ കോണ്ടാക്ട് ചെയ്യും കേട്ടോ. എന്താണ് അവരോട് പറയാനുള്ളത്? അവരോട് ഇത്രേ ഉള്ളൂ, നമുക്ക് നമ്മളെ ബാധ്യതകൾ തീർന്നു കിട്ടണം. പിന്നെ നമ്മൾ എന്നും മരം വെട്ടുകാരിയായി അറിയപ്പെടണം എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ ഈ ഒരു മേഖലയ്ക്ക് ഇറങ്ങി വന്നത്. നമ്മളെ അത്രത്തോളം തീർത്താ ഒരു ബാധ്യതകൾ നമ്മൾ ചുമരിലുള്ളത് കൊണ്ട് പിന്നെ 4 മക്കളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് നിൽക്കാൻ പോയത്. അവരെ പഠിപ്പ്, പിന്നെ അവരെ കാര്യങ്ങൾ, അവർക്ക് നേരത്തിനുള്ള ഭക്ഷണം, ഇതൊക്കെ നമ്മളെ ബാധ്യതയാണല്ലോ. അപ്പം അതൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇത് ഈ മേഖലയ്ക്ക് ഇറങ്ങിയത്. പിന്നെ നമ്മളെ ബാധ്യതകൾ എന്തായാലും എനിക്ക് കൈ എത്തിപ്പെടാൻ പറ്റാത്ത ദൂരത്തിലാണ് കിടക്കുന്നത്. തീർച്ചയായിട്ടും വ്യക്തമാണ് സുഹദ, നമുക്ക് മനസ്സിലാവുന്നുണ്ട് സുഹദയുടെ അവസ്ഥ. അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നുമുണ്ട്. കാരണം വെറുതെ വീട്ടിലിരുന്നുകൊണ്ടല്ല പറയുന്നത്, പുറത്തിറങ്ങി പണിയെടുത്തിട്ടാണ് പറയുന്നത്. എനിക്ക് നിത്യചെലവിനുള്ള തുക കണ്ടെത്തുന്നുണ്ട്, പക്ഷെ എൻ്റെ കടം വീട്ടാൻ എനിക്ക് പറ്റുന്നില്ല. ആ കടം എങ്ങനെ ഉണ്ടായി എന്നുള്ളതും അതൊരു നമ്മുടെ വേണ്ടാതെ വരുത്തി വെച്ച കടമല്ല, അത് ആളുകളെ സഹായിക്കാനായിട്ടാണ് ഷമീർ കൂടുതലും പൈസ ചെലവഴിച്ചതെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം സുഹദ. കൂടുതൽ സന്തോഷങ്ങൾ കുടുംബത്തേക്ക് വരട്ടെ കേട്ടോ. സുഹദയെ തേടി വരട്ടെ ആളുകൾ. ആയിക്കോട്ടെ. ഊർജ്ജസ്വലയായിട്ട് മുന്നോട്ട് പോകും, ധൈര്യമായി മുന്നോട്ട് പോകും. താങ്ക് യു സോ മച്ച്. അതാണ്. അപ്പൊ സുഹദയുടെ വിശേഷങ്ങൾ നമ്മൾ കേട്ടു. നമ്മുടെ ഒരു കൈത്താങ് സുഹദയ്ക്ക് വേണം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ളവർ തീർച്ചയായും സുഹദയെ ബന്ധപ്പെടണം. നമുക്ക് ഇനി